പൊന്നാനിയിലെ 2 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചുകൊണ്ട് തെറ്റായ ലാബ് റിപ്പോർട്ട് നൽകിയെന്നാരോപിച്ച് പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു. പാർട്ടി സ്റ്റാഫിനെ കയറ്റാണ് അവർക്ക് ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് പോലും അറിയില്ല. മനസ്സിലായോ? നിങ്ങൾ പാർട്ടി നിയമനങ്ങൾ നടത്തണ്ടേ, ആളുകളുടെ ക്വാളിറ്റി അവരുടെ യോഗ്യത നോക്കിയിട്ട് ചെയ്യണ്ടേ, അവർ നടക്കണില്ല. പൊന്നാനിൽ എന്താ അവസ്ഥ? ആ മലമ്പനി എന്താണ് ഇവിടെ ആളുകൾ നടക്കണ്ടേ? പൊന്നാനിയിലെ 2 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചുകൊണ്ട് തെറ്റായ ലാബ് റിപ്പോർട്ട് നൽകിയതിൽ പ്രതിഷേധിച്ച് പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു. പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ലാബിലെ പരിശോധനയിൽ 2 പേർക്ക് മലമ്പനി സ്ഥിരീകരിക്കുകയും വ്യാപകമായ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ മലമ്പനി ഇല്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ലാബിൽ വേണ്ടത്ര യോഗ്യതയില്ലാത്ത താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് മൂലമാണ് ഇത്തരം ഗുരുതര പിഴവുകൾ സംഭവിക്കുന്നതെന്ന് ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നും HMC യോഗം ഉടൻ വിളിച്ചു ചേർക്കണമെന്നും ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടു. പൊന്നാനിയിൽ നിന്നും മലമ്പനി സ്ഥിരീകരിച്ചു. പൊന്നാനി ആകെ ആശങ്ക വരുത്തി വലിയ രീതിയിലുള്ള പരിശോധന നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ 4 വാർഡ് കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നു. വ്യാപാര സ്ഥാപനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇങ്ങനെയെല്ലാം നടന്നു. ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നു, ഇത് മലമ്പനിയല്ല. പൊന്നാനിക്കാരെ പൊട്ടം കളിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടത്തിയ ലാബ് പരിശോധനയിൽ നിന്നുള്ള റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മുമ്പ് വന്നത് മെഡിക്കൽ റിപ്പോർട്ടായി വന്നത് മലമ്പനി ഉണ്ടെന്ന്. ഇവിടെ താൽക്കാലിക നിയമനം നടത്തരുത്, രാഷ്ട്രീയ പ്രേരിതമായി നിയമനം നടത്തരുതെന്ന് പ്രതിപക്ഷം എന്നും ആവശ്യപ്പെടാറുണ്ട്. HMC യോഗത്തിലാണെങ്കിലും കൗൺസിലും UDFിൻ്റെ കൗൺസിലർമാരും HMCയിൽ UDFിൻ്റെ അംഗങ്ങളും കൃത്യമായിട്ട് പറയാറുണ്ട്. പക്ഷെ എല്ലാ നിയമനങ്ങളും രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്നതുകൊണ്ട് തന്നെ ഒരു നിലവാരവുമില്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്ത ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയാണ് താൽക്കാലികമായി ഇവിടെ ലഭിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും അപാകതയുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പൊന്നാനിയുടെ പൊതുസമൂഹത്തെ പരീക്ഷിക്കുകയും പ്രയാസപ്പെടുത്തുന്ന സമീപനം ചെയ്യുന്ന നഗരസഭയും ഹെൽത്ത് വിഭാഗവും ഒന്ന് കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്ന് UDFിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ലീഡേഴ്സ് സൂപ്രണ്ടിനെ കണ്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. MP നിസാർ, റഫീഖ് തറയിൽ, കുഞ്ഞുമോൻ ഹാജി, UK അമാനുള്ള, N ഫസലുർ റഹ്മാൻ, AA റൌഫ്, ഫർഹാൻ BM, റാഷിദ് നാലകത്ത്, അസ്ലം, പരീൻകുട്ടി, ഇബ്രാഹിം മരക്കടവ് തുടങ്ങിയവർ പങ്കെടുത്തു. PGT ന്യൂസ് പൊന്നാനി. തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. നേടാം തുണിത്തരങ്ങൾക്ക് 10% മുതൽ 70% വരെ ഡിസ്കൗണ്ട്. സാരികൾ, ചുരിദാറുകൾ, ലേഡീസ് കുർത്തീസുകൾ, കിഡ്സ് വെയറുകൾ, മെൻസ് വെയറുകൾ, കൂടാതെ പർദ്ദകൾ, മാക്സികൾ, ഷാളുകൾ തുടങ്ങിയവ ഈ ഓഫറിലൂടെ ഓരോ ഫ്ലോറിലും പ്രത്യേക കൗണ്ടറുകളിൽ നിന്നും സ്വന്തമാക്കാം. വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ.